ഇപ്പം ഇങ്ങനെ കയറി വരും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗാർഡൻ, ഒരു ചെറിയൊരു എൻട്രി ഫീസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇത് നോക്കി, ഇത് മൊത്തം നമ്മുടെ ചെറിയ ചെറിയ കണ്ണാടി ചീലുകൾ പോലുള്ള ഇത് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് കണ്ടോ. അതേപോലെ തന്നെ അതാ ഇതും നോക്കിയേ, ഇത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കി. എല്ലാം അതെ, പക്ഷെ എല്ലാം ഇല്ലാണ് അവിടെ. ഗൈസ് ഇത് കണ്ടോ, പണ്ടത്തെ അണ്ടാവും ഉരുളിക്കൊക്കെ പോലെ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനം. അപ്പം നമ്മൾ ഇന്നലെ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ സ്ഥലം തന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാൻ ശ്രീ ജുലേലാൽ മന്ദിർ എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്നലെ കിടന്നത്. നമുക്ക് കിടക്കാൻ സ്ഥലം തന്നിരുന്നുണ്ട് ഒരാള് ഈ ചേട്ടനാണ്, ബ്രദർ നെയിം സാഗർ കരം ചെന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ജോധ്പൂരി അങ്കിൾ എന്ന് പറയുന്ന സാഗർ നരേന്ദ്ര ജോധ്പൂരി അങ്കിൾ, പുള്ളിയും ചേർന്നാണ് നമുക്കിവിടെ കിടക്കാൻ സ്ഥലമൊക്കെ തന്നിരുന്നത്. ഇവിടുത്തെ സെക്രട്ടറി പ്രസിഡന്റ് ആരൊക്കെയാണ് ഇവരൊക്കെ, ഇവരാണ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ സംഘാടകരും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ ഞങ്ങൾക്ക് അവിടെ നിന്ന് റൂം വന്നിരുന്നു. ആ റൂമിൽ കിടന്നിട്ട് ഇന്ന് ഇവിടുന്ന് നമ്മളിന് രാവിലെ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഭഗവാനും ഭഗവതിയൊക്കെ. വിഷ്ണുദേവൻ്റെ അവതാരമാണ് കേട്ടോ. ഇവിടുത്തെ മത്സ്യത്തിൻ്റെ പുറത്തിരിക്കുന്ന നമുക്ക് വിഷ്ണുദേവൻ്റെ അവതാരം കാണാൻ പറ്റും. വരുണ ഭഗവാനാണ്. ജുലേലാൽ മന്ദിർ ഉണ്ട്, ഇതാണ് കേട്ടോ, ജയ്പൂരിലെ. ഓക്കെ, ഇതാണ് കേട്ടോ അമ്പലം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജോധ്പൂരി അങ്കിൾ, പുള്ളിയാണ് മെയിനായിട്ട് എനിക്കിവിടെ നിൽക്കാനുള്ള അവസരമൊക്കെ തന്നതും സ്ഥലമൊക്കെ തന്നതും ഫുഡ് കഴിക്കുന്നതിനൊക്കെ ആയിട്ട് അപ്പുറത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞ രണ്ടുപേരും. ഓക്കെ, താങ്ക് യു. നരേന്ദ്ര ജോധ്പുരി. നരേന്ദ്ര ജോധ്പുരി. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you. Thank you. Have a nice time. Have a great time. Okay. Journey. Thank you. Be safe and be happy. Okay, thank you. Namaste. നമസ്തേ. ഹായ്. ഇതാണ് നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ചിരുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കാണിക്കാനും ഒരു കാരണമുണ്ട്. ഓക്കെ, ബൈ ബ്രോ. ഇന്നലെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച സമയത്ത് അവിടെ ഒരു സംഭവം എഴുതി വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് ഹിന്ദി വായിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അല്ലേ, പുള്ളി അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. പുള്ളി പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, അവിടെ 2005 പുള്ളി ഒന്നുമല്ലായിരുന്നു. പുള്ളി ഒരു ബിഗ് സീറോയിൽ നിന്ന് തുടങ്ങിയിട്ട്, എന്നുവെച്ചാൽ ബിഗ് സീറോയിൽ നിൽക്കുന്ന സമയത്ത് ശിവൻ്റെ ഒരു ഉൾവിളി വന്നു എന്നാണ് പറയപ്പെടുന്നത്. പുള്ളി പറഞ്ഞത് അങ്ങനെയാണ്. തൻ്റെ മനസ്സിൽ ശിവൻ ഇതാക്കിയിട്ട് പറഞ്ഞതാണ്, നീ ഒരു ഇത് തുടങ്ങുക, റെസ്റ്റോറൻറ്റ് തുടങ്ങും എന്നൊക്കെ പറഞ്ഞു എന്ന്. അങ്ങനെ പുള്ളി ഒന്ന് തുടങ്ങി. ഒന്നിൽ നിന്ന് ഇപ്പോൾ 4-5 റെസ്റ്റോറൻ്റ് ഉണ്ട്, റിസോർട്ടുകളുണ്ട് പുള്ളിക്ക്. ഇപ്പോൾ ലക്ഷറി കാർസ് കാര്യങ്ങളെല്ലാം ആയിട്ട് പുള്ളി ഇപ്പം ബമ്പർ സെറ്റപ്പിലാണ്. അന്നേരം പുള്ളി അതവിടെ എഴുതി വെച്ചപ്പോൾ ഉണ്ട്, എനിക്ക് അതുണ്ടായിരുന്ന ഉൾവിളി എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ അവിടെ അത് മെൻഷൻ ചെയ്ത് എഴുതി വെച്ചപ്പോൾ ഉണ്ട്. ഇപ്പോഴും അത് ഒരു വലിയ സംഭവം തന്നെ. പുള്ളിയുടെ മുടി ശ്രദ്ധിച്ചായിരുന്നോ? പുള്ളിയും പുള്ളിയുടെ അനിയനും അല്ലേ, രണ്ടുപേരും ഹെയർ സ്റ്റൈൽ ജടയാണ്. അത് നാച്ചുറലായിട്ട് സെറ്റാക്കിയ അല്ലേ, നാച്ചുറലായിട്ട് തന്നെയുള്ള ജടയാണ് രണ്ടുപേർക്കും ഉള്ളത്. അത് ഇന്നലെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ലായിരുന്നു. അല്ലെ, ഇന്നലെ ഒന്നാമത് നല്ല തണുപ്പും വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതൊന്നും എടുക്കാൻ പറ്റിയൊരു സമയം കിട്ടിയില്ല. പുള്ളി ഇപ്പോൾ രാവിലെ മീറ്റ് ചെയ്യാൻ ചെന്നിട്ട് പുള്ളി വന്നില്ല, പുള്ളി വീട്ടിലാണെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പുള്ളിയെ നമ്മൾ കാണിച്ചു തന്നേനെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഇനിയിപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്പർ ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന്, അല്ലടാ? നമ്മളിപ്പോൾ അമ്പർ ഫോർട്ടിലേക്ക് ഇവിടുന്ന് നേരെ പോകുന്നത്. എന്നിട്ട് അവിടുന്ന് നമുക്ക് തീരുമാനിക്കാം അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളത്. അതെ, ഏകദേശം 10 കിലോമീറ്ററിന് അടുത്തുണ്ടല്ലേ നമുക്ക്? 10 കിലോമീറ്ററാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സ്ട്രൈറ്റ് രാവിലെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം എത്രയായി? സമയം ഏകദേശം ഒരു 9:15 അത്യാവശ്യം സൂര്യനൊക്കെ അവിടെ നിന്ന് ഉദിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം നമുക്ക് കുറച്ച് ദൂരം താണ്ടി ഈ ഒരു ചേട്ടൻ ലിഫ്റ്റ് തരും. ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഓട്ടോ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ചെറിയ ലിഫ്റ്റ് തരുന്നുണ്ട്. അതേപോലെ തന്നെ ഷിബിലി, എങ്ങനെ ഉണ്ടായിരുന്നു അമ്പലത്തിലെ ഒരു എക്സ്പീരിയൻസ് കിടന്ന്? അടിപൊളിയായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. ഒന്നാമത് എന്ന് വെച്ചാൽ അതിന് എന്താ പറയുക, നമ്മൾ ഇന്ന മതസ്ഥരുന്നോ അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു. നല്ല നല്ല പെരുമാറ്റമൊക്കെ നല്ലതായിരുന്നു.
അതേപോലെ നമുക്ക് അതെ ഭക്ഷണമായാലും കാര്യങ്ങൾക്കായാലും എന്തിനായാലും നമുക്കൊരു ഇതൊന്നും ഉണ്ടായിരുന്നു, കുറവുണ്ടായിരുന്നില്ലേ, എല്ലാം ചെയ്തായിരുന്നു. ഓടിപ്പാനെല്ലാം നമുക്ക് എന്ത് വേണം എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ട പറഞ്ഞു എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല മനുഷ്യരായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ ഇത്? അതെ, ഫസ്റ്റ് ടൈമാണ്. അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മളിത് അംബർ ഫോർട്ടിന്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കുറച്ച് ട്രക്കിംഗ് ഉണ്ടല്ലേ? അതെ, കുറച്ച് നടക്കാനുണ്ട്. അതായത് നോക്കിയേ, ഇതാണ് അംബർ ഫോർട്ട്. നമുക്ക് ഇതിനകത്തോടെ കയറി പിന്നെ അത് അങ്ങനെ 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 കയറി 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 ആനയൊക്കെ പോകുന്നുണ്ടല്ലേ? ആനയുടെ പുറത്തൊക്കെ ആൾക്കാർ പോകുന്നുണ്ടല്ലേ? അതെന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് അടുത്ത് ചെന്നിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നതുകൊണ്ട് അങ്ങ് നമുക്ക് ഏറ്റവും ടോപ്പിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഇവിടുന്ന് നടന്ന് അകത്തോട്ട് കയറാം. നമ്മൾ ആദ്യം തന്നെ അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനൊരു പോർഷനാണ് വരുന്നത്. നമ്മളിനി ഇവിടുന്ന് ഇങ്ങനെ അകത്തോട്ട് വേണം കയറാൻ. ഇതുവഴി വേണം അകത്തോട്ട് പോകാൻ. ഇവിടുന്ന് അകത്തോട്ട് പോയി ഇനി അങ്ങോട്ട് ഫുള്ള് ട്രക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ജീപ്പിനകത്തൊക്കെ പോകാനും പറ്റും. ജീപ്പിനകത്തൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നതുകൊണ്ട്, ആനപ്പുറത്ത് ആൾക്കാരെ കൊണ്ടുവന്നുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല പൈസയാവും. നമ്മളിതാ നടന്ന് ട്രക്ക് ചെയ്ത് നമുക്ക് മുകളിലോട്ട് പോകാം. ട്രക്കിങ്ങിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ അല്ലടാ? അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും കയറി നോക്കാം. നല്ല ഹൈറ്റാണ്. ഈ ബാക്ക് പാക്കും തൂക്കിയിട്ടുണ്ട് നടക്കണമെന്നുള്ളതേ ഉള്ളൊരു ചെറിയൊരു കഷ്ടപ്പാടുള്ള അല്ലേ? അത് മാത്രം. അവിടെ എന്താണെന്ന് അറിയില്ല. ഇത് നമ്മൾ ഇതുവഴിയാണ് കയറി അകത്തോട്ട് വന്നത്. ഇവിടെ ഗൈഡിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ. लार्जेस्ट वो सैफ्रॉन गार्डन, यहाँ से ही जानकारी देगा। 5 फुट ऐसे मिशोर है। आपको पूरा बताऊंगा भी, घुमाएगा भी, फोटोग्राफी करेगा, प्लस आते टाइम में जीप से लेके आएगा। वैसे हमारा चार्ज 400 रुपये, ओनली 250 गवर्नमेंट रूट है। बोने के टाइम ले रहा हूँ, कितना 250 ओनली फॉर 250। ഇവിടെ ഗൈഡിന് 250 രൂപയൊക്കെയാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ ഗൈഡിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഗൂഗിളില്ലേ? അതുപോലെ और पूरा में घुमाएगा भी, शीश महल, दीवाने आम, दीवाने कांच, मानसिक ഈ ചേട്ടൻ നമ്മളെ കൊണ്ട് ഗൈഡിനെ ആക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കുകയാണ്. പക്ഷെ നമുക്ക് ഗൈഡിന്റെ ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട്. അതുപോലെ लेके आऊँगा। ഇത് എന്താണെന്ന് അറിയില്ല, ഒരു വ്യൂ പോയിന്റ് പോലൊരു ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു റെസ്റ്റിംഗ് ഏരിയ പോലൊരു സംഭവമാണ് കേട്ടോ ഇത്. ഇവിടെ നമ്മുടെ ഗൈഡൊക്കെ നമ്മുടെ പുറകെ നടക്കാണ് കേട്ടോ. ഇതുവഴി അതെ ഇപ്പോഴും നല്ല പുറകുണ്ട്. ഓക്കെ ബ്രദർ, ചെറിയൊരു എൻട്രി ഫീസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതോട്ട് കയറി നോക്കാം. എത്ര എന്താണെന്നൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് അറിയത്തില്ല എത്ര കൃത്യമായിട്ട്. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷേ സംഭവം ആണ് അടിപൊളി കേട്ടോ. ഇങ്ങനെ കയറി 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 ഇങ്ങനെ റൗണ്ടിൽ പടവുകളാണല്ലേ. ഫുൾ ഇങ്ങനെ കയറി കയറി വേണം പോകാൻ. ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും എന്തൊക്കെയോ ഫോർട്ടാണ് കേട്ടോ. അവിടെയും മലയുടെ മുകളിലോട്ട് കയറി പോകാനൊക്കെ പടികളും കാര്യങ്ങളൊക്കെ കൊടുത്തേപ്പോണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മളിതാ ഈ പടികൾ കയറി വേണം ആദ്യം മുകളിലേക്ക് പോകാൻ. കണ്ടോ ചെറുക്കാൻ ചാടി ചാടി പോകുന്നുണ്ട് അങ്ങോട്ട്. 1592 ഈ കോട്ട രാജാ മാൻ സിംഗ് നിർമ്മിച്ചത്. അവരും അവരുടെ കൂട്ടാളികളും കൂടിയിട്ട് നിർമ്മിച്ചത്. അപ്പം ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു കോട്ടയിലാണ് നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതിനുശേഷം 150 വർഷത്തോളം ഇത് അവരിങ്ങനെ നവീകരിച്ചോണ്ടിരുന്നല്ലേ? അതെ, അല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആനയൊക്കെ ഇത് സവാരി നടത്തുന്നത്. ഇതുണ്ടോ എന്തുമ്മേ ആനയാ പോകുന്നതെന്ന് നോക്കി ഇതാ വരുന്നത് കണ്ടോ. ആനപ്പുറത്തൊക്കെ സവാരിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇന്നൊക്കെ പ്രത്യേകം ചാർജാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ആദ്യത്തെ കോട്ടയുടെ കവാടത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നേരെ ചെല്ലുന്ന കയറാൻ പോകുന്നതാണ് നമ്മുടെ ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് എൻട്രൻസ്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ എൻട്രൻസിലോട്ട് ഇതാ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി കയറിയിട്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് കയറി കണ്ടിട്ട് വരാം. അതെ, സ്റ്റെപ്പ് അങ്ങോട്ട് പോകുന്നത് നമ്മളും അങ്ങോട്ട് പോകും. ഓക്കെ, നമ്മളവിടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ കതവ് നോക്കി. അടിപൊളി കഥവാണ് കേട്ടോ, വലിയ കഥവാണ് കേട്ടോ. തടി കൊണ്ട് നിർമ്മിച്ച കഥവാണ് കേട്ടോ ഇത്. നമ്മൾ ഇതുകൊണ്ടോ ഫുള്ള് തടിയാണ്. നൈസ്. അതുകൊണ്ടോ നമ്മളിങ്ങനെ കയറി വരുന്ന വഴിക്കാണ്ട് ഇവിടെ കുറേ പീരങ്കി കാര്യങ്ങളിങ്ങനെ ഫ്രണ്ടിൽ ആദ്യം വെച്ചപ്പോണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ വരുന്ന വിശാലമായിട്ടൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിനകത്തുനിന്ന് കയറി നമ്മളിനി നേരെ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഗ്രൗണ്ടിൽ കൂടെ കയറി നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും കേട്ടോ. അത് നോക്കിയാൽ എന്നെ അടിപൊളി വ്യൂ ഒന്ന് നോക്കിയേ. നമ്മൾ കൊള്ളാമല്ലേ?
അതെ അതെ, ഇതെല്ലാം ഫോർട്ടിന്റെ പാട്ടാണ്. അതേപോലെ തന്നെ ചുറ്റിനും കുറെ പ്രദേശവാസികളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഫോർട്ടിനെ ചുറ്റിപ്പറ്റി തന്നെ അവിടെ. അപ്പോൾ ഇത് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ ഞാൻ അകത്ത് കയറുന്നതിന് ടിക്കറ്റ് വേണം. ടിക്കറ്റിന് അയക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 204 രൂപയാണ് ഞങ്ങൾ 2 പേർക്ക്. ഇന്ത്യൻ സിറ്റിസണിനാകുമ്പം 204 രൂപയുള്ളൂ. ഫോറിൻസിനാകുമ്പോൾ എനിക്ക് തോന്നുന്നു 500 സംതിങ്ങോ 400 സംതിങ് രൂപ കണ്ടാണ് ഫോറിൻസിന്. ഏറ്റവും കൂടുതൽ ഇവിടെ ഫോറിനേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് വരുന്നത്. നമുക്ക് അവിടെ നിന്ന് കയറി വരുന്ന മിക്കവരും ഫോറിനേഴ്സാണ് കേട്ടോ കൂടുതലും. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഇതാ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാഗ് വെക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു, പക്ഷേ ഓരോ ഓപ്ഷനും ഇല്ല അല്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നടക്കായിരുന്നു, ഇല്ലാന്ന് അവർ പറഞ്ഞല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറി പോവാണ് അകത്തോട്ട്. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിത് അകത്തോട്ടേക്ക് കയറി വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നതാ ഇങ്ങനൊരു പോർഷനാണ് കേട്ടോ. ആ ഒരു സ്ട്രക്ചർ നോക്കിയല്ലേ, അടിപൊളിയല്ലേ പെയിന്റിംഗ് ഒക്കെ. അത് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം ഈ തൂണുകളുടെ ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം എന്തുമേ പില്ലേഴ്സാന്ന് നോക്കിയേ, കൊള്ളാല്ലേ? അങ്ങനെ നമ്മളിതേ കയറി അകത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റൂഫിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ പില്ലേഴ്സ് ഒക്കെ ഇല്ല, മാർബിൾ ആണ്. രാജസ്ഥാൻ പിന്നെ മാർബിളിന്റെ സ്ഥലമാണല്ലോ, അപ്പൊ പിന്നെ അവർക്ക് എന്താവാ, മെയിൻ മാർബിൾ അല്ലേ. അതുകൊണ്ട് ഇതിന്റെ ഈ കൊത്തുപണി എല്ലാം ചെയ്തേക്കുന്നത് ഇതെല്ലാം മാർബിളിനകത്തല്ലേ ചെയ്തേക്കുന്നത്. നമുക്ക് അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ അങ്ങനെ നമ്മളത് ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് കൈവരിയൊക്കെ കൊടുത്തിട്ട് നമുക്കിതാ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റി കാണാൻ പറ്റും അല്ലേ? ഫുൾ സിറ്റി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എല്ലാം മൊത്തം കാര്യം കാണാൻ പറ്റും. പണ്ട് രാജാക്കന്മാരൊക്കെ ഈ എന്തെങ്കിലും ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരെ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ഹൈറ്റിൽ കൊണ്ടുവന്ന് ടച്ചപ്പ് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ അവർക്ക് ഇവിടുന്ന് കയറി വരുന്നതനുസരിച്ച് അവർക്ക് ആക്രമിക്കാൻ പറ്റും. നമുക്ക് ഫുള്ള് കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അവിടെ ആ മലകൾ, ഇവിടെ മൊത്തം മലയും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടുന്ന് എല്ലാം ഇറങ്ങിപ്പോകാനും ഒക്കെ ആയിട്ട് കുറേ പടികളും കാര്യങ്ങളും എല്ലാം കൊടുത്തേപ്പോണ്ട് പിന്നെ അവിടെ ഫുള്ള് കാണുന്നത് മൊത്തം വീടുകൾ കാര്യങ്ങൾ ഫ്ലാറ്റുകളും ഒക്കെയാണ് കേട്ടോ അങ്ങോട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളിതേ നടന്ന് അവിടുന്ന് ഈ ഒരു കോട്ടയുടെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇത് നോക്കി ഇതെല്ലാം മാർബിളാണ് കേട്ടോ തീർത്തേക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നോക്കി അപ്പോൾ ഒരു കിളിവാതിൽ പോലൊരു സംഭവത്തിൻ്റെ അടുത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിതാ ഇവിടുന്ന് കയറി വന്നതാ ഈ ഒരു വ്യൂ കാണുമ്പം നോക്കിയേ കാണാൻ പറ്റുന്നൊരു വ്യൂ എന്നൊക്കെ പറയുന്നത് നോക്കിയേ ലേക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ള് കാണാൻ പറ്റും. നമ്മുടെ നടുക്ക് അവിടെ ഒരു ഇതുപോലെ സെറ്റപ്പ് ചെയ്തേക്കുന്നുണ്ട്. എന്താണെന്ന് ഒരു റെസ്റ്റിംഗ് ഏരിയ എന്തോ സെറ്റപ്പാണ്. അവിടെ ഫംഗ്ഷൻ എന്താ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല അവിടെ എന്താ സംഭവം. പക്ഷേ ഒരു ചെയേഴ്സ് എന്താണ്ടൊക്കെ അവിടെ ഇട്ടേ പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒരുത്തൻ ഫോട്ടോ എടുപ്പിന് വേണ്ടിയിട്ട് മാത്രം നടക്കും. അങ്ങെല്ലാം വയ്ക്കും. അതെ, പക്ഷേ എല്ലാം ഇല്ലാണ്. അവിടെ എന്തൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷേ ഇവിടെ എല്ലാം ഫുള്ളാളാണ്. എല്ലാ സ്പോട്ടും ഓരോരുത്തർ കയ്യേറിയൊക്കെയാണ്. റീൽസ് എടുക്കലിൻ്റെ പരിപാടി അങ്ങനെ തുടങ്ങി ഫുള്ള് പരിപാടി അടക്കാണ് ഇവിടെ. ഈ സാധനം ആ ഒരു കറക്റ്റ് മെയിൻറ്റെയിൻ ഗ്യാപ്പിലായിട്ട് കറക്റ്റ് സ്ട്രക്ചർ വർക്കാണ് അല്ലേ. ഒരു സ്കെയിൽ വെച്ച് വരച്ചത് പോലും അല്ലേ. ഫുള്ള് സ്ട്രീറ്റ് ലൈനിൽ സെറ്റപ്പായിട്ടാണ് ചെയ്തേക്കുന്നതൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ പഴച്ചാറുകളും ഇലയുടെ ഒക്കെ നീര് വെച്ചിട്ട് ഉള്ള പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നല്ലേടാ. അങ്ങനെ ആയിരിക്കാനാണ് തോന്നുന്നത്. കാര്യം അതേ രീതിയിലത്തെ ഒരു ഫിനിഷിംഗ് ആണ് കണ്ടിട്ട് തോന്നുന്നത്. ഒരു നൈസായിട്ടാണ് കേട്ടോ അതിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇനി അകത്തോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകണം. ഇതിൻ്റെ പ്രധാന വാതിൽ നോക്കി ഉള്ളല്ലേ ഫുള്ള് ഒരു മെറ്റൽ ഫിനിഷിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. പക്ഷേ സംഭവം ഉള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നമ്മളിതാ ഇതിനകത്ത് പോകുന്നത് ഇനി കയറാൻ പോകുന്നത് ഇതിനകത്തോട്ടേക്കാണ്. ഇവിടെ അകത്തോട്ട് കയറുമ്പം അകത്തോട്ട് കയറി ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ അടിപൊളി ഇങ്ങനെ ഒരു നടുമുറ്റമുണ്ട്. ഇതായിപ്പോൾ ഇങ്ങനെ കയറി വരും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗാർഡൻ, ഒരു നടുമുറ്റം പോലൊരു സെറ്റപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഓരോ കോട്ടകളുടെ ഓരോ ഏരിയകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം വേണ്ട അതൊരു കോട്ടയുടെ ഭാഗമാണ്. നമ്മുടെ എല്ലാം നാലുകെട്ട് പോലെ വരില്ലേ, അങ്ങനെ ഒരു സംഭവമാണ്. ഇവിടെ കുറേ വെഡ്ഡിങ് ഷൂട്ടുകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഒക്കെ ഒരുപാട് ഷൂട്ടിങ്ങുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കൊള്ളാല്ലേ. ഇത് സംഭവം കണ്ടോ. ഇത് നോക്കി, ഇത് മൊത്തം നമ്മുടെ ചെറിയ ചെറിയ കണ്ണാടി ചീലുകൾ പോലുള്ള ഇത് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. ഫുള്ളും അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു വർക്ക് ഫുള്ള് ചെയ്തേക്കുന്നത്. ഫുള്ള് നമ്മുടെ ചെറിയ ഗ്ലാസ് പീസസ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അത് നോക്കി ഇതുണ്ടോ, എല്ലാം ഗ്ലാസിൻ്റെ ആ ഒരു മെറ്റീരിയൽ പരിപാടികളാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഫുള്ള് ഇത് വെച്ചിട്ട് തന്നെയാണ് അങ്ങോട്ടും മൊത്തത്തിനകത്തും എല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ. ഡിസൈനിങ് ഒക്കെ നോക്കി
കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള കുറേ അതെ, ഇത്ര മൈന്യൂട്ടായിട്ട് ഗ്ലാസ്സുകൾ വെച്ചിട്ട് ഇത്ര അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഗംഭീര വർക്ക് തന്നെയാണ് കേട്ടോ. ഇതൊരു രാജ്ഞി ഉപയോഗിച്ചിരുന്ന പല്ലക്ക് എന്തോ ആയിരുന്നു തോന്നുന്നു കേട്ടോ. സാൻഡ് ഐവറയും കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത് അല്ലേ? അത് അങ്ങനെയാണ് ഒരു പുള്ളി പറയുന്നത്, ഒരു ഗൈഡ് പറയുന്നത് കേട്ടത്. അത് കേട്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ കതവിൻ്റെ സ്ട്രക്ചറും നമ്മളിതാ ഈ കാണുന്ന ഗാർഡൻ്റെ ആ ഒരു സ്ട്രക്ചറും സെയിം ആയിരുന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ പൊളിഞ്ഞു പോയി. ഈ കതവിനകത്ത് ഉള്ള ഈ ഒരു ഡിസൈൻ തന്നെ ആയിരുന്നു നമ്മുടെ ഈ ഗാർഡൻ പണിയെടുപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ ടോപ്പിൽ ഇതാണ് കേട്ടോ കിങ്സ് ബാത്ത് ടബാണ് കേട്ടോ. രാജാവിൻ്റെ ബാത്ത് ടബായിരുന്നു ഇത്. കൊള്ളല്ലേ, അടിപൊളി ബാത്ത് ടബ്. പിന്നെ വരുമ്പോഴത്തേ ഇങ്ങനൊരു സ്ട്രക്ചർ വർക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല, ബിക്കോസ് നമ്മുടെ കയ്യിൽ ഗൈഡില്ല, ഒന്നും അറിയില്ല. പിന്നെ ഞങ്ങളിതാ എന്തായാലും ഇതൊക്കെ കണ്ട് കാഴ്ചകളല്ല ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഓരോ കിളിവാതിലുകൾ സെറ്റപ്പൊക്കെ ആയിട്ട് ഇതാ കോട്ടയുടെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതെ, പണ്ടത്തെ ഒരുപാട് ചുവർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അല്ലേ? കുറേ വർഷം ആയിട്ടുള്ളതാണ്. അതെ അതെ അതെ, ഒരുപാട് പഴക്കമുള്ള. നമ്മൾ പണ്ടത്തെ വീട്ടിലൊക്കെ കാണുന്ന തുളസിത്തറ പോലെ ഒരു സംഭവം കിട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനൊരു ഗ്രില്ലിങ് പോലെ വേറെ സെറ്റപ്പ് ചെയ്തപ്പോൾ ഉണ്ട്. എന്നിട്ടാണ് അതിനകത്താണ് തുളസി ചെടി സംരക്ഷിച്ചേക്കുന്നത്. അതൊരു നല്ല സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കൊരു നടരാജ വിഗ്രഹം കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു പഞ്ചലോക വിഗ്രഹമാണെന്നാണ് തോന്നുന്നത്. ആയിരിക്കണം, പഞ്ചലോക വിഗ്രഹമായിരിക്കണം. ഇത് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ സിമെൻറ്റ് തേക്കുന്നതിന് പകരം വേറൊരു സെറ്റപ്പിൽ ചെല്ലി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ സെറ്റപ്പ് ചെയ്യുന്നത്. നമുക്ക് ഈ തറയിലൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇവിടെയാണ് ഗ്യാപ്പൊക്കെ അടയ്ക്കുകയാണ്. ഗൈസ് ഇത് കണ്ടോ, പണ്ടത്തെ അണ്ടാവും ഉരുളിക്കൊക്കെ പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം രാജാക്കന്മാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പാചകം ചെയ്തിട്ട് വലിയ സംഭവമാണ് കേട്ടോ. എവിടെ ചേച്ചി നോക്കിയാൽ ഇതെന്താ വലിയ ഭരണിയാ, എന്തോ സംഭവം തലകുത്തനെ വെച്ചേക്കുക. തുറന്നു വെച്ച് ഞാൻ തൊല്ലിട്ടോ. നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ പോകാന്ന് പറയുന്നത് ജീപ്പിലും മറ്റുമൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല. നമ്മളെന്തായാലും ഇവിടെ മൊത്തം ഒന്ന് കവർ ചെയ്ത് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് വരേണ്ട അടുത്ത് എത്തിയിട്ടുണ്ട്. അതല്ല, അതിൻ്റെ ഒരു സബ്വേ ആണ് അങ്ങോട്ടൊക്കെ പോകാനുള്ള, മലയുടെ മുകളിലോട്ടൊക്കെ പോകാനും പിന്നുള്ള സബ്വേസ് ആണ്. ഇതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം അവിടെ ഉണ്ടെന്നേ ഉള്ളൂ, അല്ല വലിയ സംഭവമൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പം തിരിച്ചിറങ്ങാനായിട്ട് പോവാണ്. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ അജ്മീറിന് പോകാനായിട്ടാണ് അല്ലേ? നമ്മൾ അജ്മീറിലേക്ക് അതെ, തിരിച്ചു വരാം. നമ്മളിനി അജ്മീറിലോട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇനി അടുത്ത ലിഫ്റ്റോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് അടിച്ചോ കാര്യങ്ങളോ നോക്കിയിട്ട് വേണം നമുക്ക് അജ്മീറിലോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും നമുക്കിനി അജ്മീർ ചെന്നിട്ട് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.